ഹലോ ഗായ്സ്, നമുക്കിന്ന് കുരിശപ്പവും ഇഞ്ചിയപ്പവും പെസഹായ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. നമ്മുടെ പെസഹായ വന്നെത്തി. നമുക്ക് അപ്പം ഉണ്ടാക്കാം. പാരമ്പര്യമായ രീതിയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. വാഴയിലാണ് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നത്. ഓരോ സൈഡിലും ഓരോ രീതിയിലാണ് ഓരോരുത്തരും അപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ അപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഞങ്ങൾക്ക് വൈകുന്നേരമാണ് കുർബാന നടക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളെല്ലാവരും അപ്പം മുറിക്കുന്നത്. എല്ലാ ഫ്രൂട്ട്സും അപ്പവും എല്ലാം നമ്മൾ റെഡിയാക്കി ടേബിളിൽ വെച്ചു. അവസാനം നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും വീട്ടിൽ പോയി ഞങ്ങൾ അപ്പം മുറിക്കുകയും പാൽ കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫാമിലി റീയൂണിയൻ പോലെയാണ് എല്ലാ പ്രാവശ്യവും പെസഹ ആഘോഷിക്കുന്നത്. വീട്ടിലെ എല്ലാവരും കാണും. എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ അപ്പം മുറിക്കുന്നതും പാൽ കുടിക്കുന്നതും എല്ലാം. ഞങ്ങൾ പള്ളിയിൽ പോകാൻ റെഡിയായി.